7 ജില്ലകൾ പോളിംഗ് ബൂത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലയിടത്തും ഇഞ്ചോടിഞ്ച് അല്ല എന്ന് വ്യക്തമാകാൻ പോകുന്നതാണ് ഇന്ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിനിടയിലുമുണ്ടൊരു കാരണം, അതായത് ശബരിമല തീർത്ഥാടന സമയം എന്നുള്ളത് തന്നെയാണ്. ഒട്ടുമിക്ക വീടുകളിലും അയ്യപ്പൻ്റെ മുദ്ര ധരിക്കുകയും ശരണമന്ത്രങ്ങൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം കൂടിയാണിത്. ആ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ വീട്ടിലും രാവും പകലും ചർച്ചയാകുന്നൊരു വിഷയം എന്നതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പ്രധാനമായും സ്വർണം കൊള്ള ചെയ്തവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇതിനെ ലഘൂകരിക്കാനാണ് CPM തങ്ങളുടെ അണികളെ പഠിപ്പിച്ചു വന്നത്. പക്ഷേ ഇത് അവർ വിചാരിച്ചതുപോലെ നിൽക്കുന്ന ഒന്നല്ല. കാരണം മോഷണം നടത്തിയതും നടത്തിച്ചതും CPMൻ്റെ നേതാക്കളാണ്. അത് ഓരോ ദിവസവും തെളിഞ്ഞു വരികയാണ്. അറസ്റ്റിലായത് മുൻ MLA, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ തുടങ്ങിയവരാണ്. മാത്രമല്ല ഇനി അകത്താകാൻ പോകുന്നത് CPMൻ്റെ മന്ത്രിമാരും അതിന് മുകളിലുള്ളവരും അടക്കമുണ്ടാകും എന്നുള്ള സൂചനകളും ലഭിക്കുന്നു. അതിനായി ഈ സ്വർണ്ണക്കടത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധം വെച്ച് തെളിവുകൾ നാളെ രമേശ് ചെന്നിത്തല SITക്ക് കൈമാറുകയാണ്. വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ, ഈ സർക്കാരിനും CPMനും എതിരായുള്ളൊരു വികാരപ്രകടനമായി ഇത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് തെരഞ്ഞെടുപ്പ് പാതി വഴിയിൽ നിൽക്കുമ്പോൾ പുറത്തു വരുന്നത്. അതിൽ അവസാന നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വരുന്ന ചില വാർത്തകളാണ് CPM കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് തലസ്ഥാന നഗരത്തിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ കൊള്ളഭരണത്തിൻ്റെ മുനയൊടിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. കാരണം CPMന് നല്ല സുരക്ഷിതമായ ഇടമാണ് എന്ന് കരുതിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കയ്യിന്ന് പോയാൽ അവർ ബുദ്ധി പഠിക്കുമെന്നും CPMന് ബദലായി തിരുവനന്തപുരത്ത് മറ്റൊരു ഭരണം അനിവാര്യമാണെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവസാന നിമിഷം ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലവർ കാണുന്നൊരു ചോയ്സ് എന്ന് പറയുന്നത് ശബരിനാഥൻ മുൻ MLA തന്നെയാണ്. BJPയെ ബദലായി കാണാൻ ഒരുങ്ങിയ തിരുവനന്തപുരം, നമുക്കറിയാം കുറേ വർഷമായി BJP 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. CPMന് പകരമാകാൻ BJPക്ക് കഴിയുമെന്നൊക്കെ ഒന്ന് തോന്നിച്ചതാണ്. എന്നാൽ ആ പാർട്ടിയുടെ ജീർണതയാണ് തുടർച്ചയായി ആത്മഹത്യയിലേക്ക് നേതാക്കളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ 35 സീറ്റുകളുള്ള BJPക്ക് അതിൽ കുറഞ്ഞേക്കാമെന്നൊരു മെസ്സേജ് പാർട്ടിയുടെ അകത്തുനിന്ന് തന്നെ വന്നിരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. എങ്കിലും CPMന് വരുന്ന തിരിച്ചടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. അതായത് CPMനെ കാത്തിരിക്കുന്ന വലിയ തിരിച്ചടി എന്നത് അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ മേയർ അടക്കമുള്ള എല്ലാ നേതാക്കളും തലസ്ഥാനത്ത് അഴിഞ്ഞാടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കാണുന്നത്. എതിരാളികൾക്കെതിരെയുള്ള ആക്രമണവും സർക്കാർ പദ്ധതികളിലെ വലിയ വലിയ അഴിമതികളും ശക്തമായ ഭരണവിരുദ്ധ വികാരം അവർക്ക് നൽകുമ്പോൾ അതിനെല്ലാം ഒപ്പം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വെച്ച് നല്ലൊരു പണി കൊടുക്കാനാണ് തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ തീരുമാനം. അതൊരു സന്ദേശമായി എല്ലാവരും ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ എന്നാണ് അറിയുന്നത്. ഇത് പാർട്ടിയെ തോൽപ്പിക്കാൻ മാത്രമല്ല, പാർട്ടിയെ ഒന്ന് ശുദ്ധീകരിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിരിക്കുമെന്നുള്ളതാണ് ഒരു പാർട്ടി അനുഭാവി ഞങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാലത്ത് തങ്ങളുടെ കോട്ടയാണെന്ന് CPM അവകാശപ്പെട്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇത്തവണ അവർക്ക് വലിയ പണി കൊടുക്കാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല.